റെഡി ഗൈസ്. അപ്പോൾ ബ്രേസസിന്റെ അപ്ഡേറ്റ് ആണ് ഒരു ചെറിയ വീഡിയോ ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസിന്റെ പല്ലിപ്പോൾ ഉള്ളത് ഗൈസ്. ഒരു കാര്യം കാണിച്ചു തരാം. ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഫസ്റ്റ് വീഡിയോ അല്ലേ, അത് കണ്ടിട്ട് വരാം. ഓക്കെ. ഇത് ടീക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ഓഫ് ബ്രേസസ് ആണ്. അപ്പൊ ഇതിൽ അത്യാവശ്യം ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ടീക്കുട്ടിക്ക് 3 ഗ്യാപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ സെന്റർ ഗ്യാപ്പ്, അതായത് നടുവിലെ ഒരു ഗ്യാപ്പ്. ഇപ്പം ആ നടുവിലെ ആ ഗ്യാപ്പ് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ഈ കാണിച്ചേടാ. ഓക്കെ. ഇപ്പം ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. അതിൽ ഈ ഒരു ഗ്യാപ്പ് കുറച്ചായിട്ട് അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. വേറൊരു ഗ്യാപ്പിൽ ഒരു പ്രശ്നമില്ല, മറ്റേ ഗ്യാപ്പ്. പിന്നെ അതുപോലെ ഈ സെൻറ്റർ ഫുള്ള് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ തന്നെ ടീക്കുട്ടിക്ക് അതാണ്. ഇപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ സൈഡൊന്നും ടീക്കുട്ടിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അത് മാത്രമല്ല, പല്ല് പറിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ടീക്കുട്ടിക്ക് പല്ല് പറിക്കേണ്ട ആവശ്യമില്ല, വേറെ മേജർ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് മൊത്തം താഴ്ന്നു ഫണ്ണി ആക്കിയതാട്ടോ. അപ്പോഴാണ് ടീക്കുട്ടിക്ക് ദേഷ്യം. ടീക്കുട്ടിക്ക് ദേഷ്യം വരുമോ ചോദിച്ചവർക്കായിട്ട്. ടീക്കുട്ടിക്ക് അതേ ഉള്ളൂ കണ്ടവരുണ്ട്, നല്ല ദേഷ്യം. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ടീക്കുട്ടി ഗൈസ്, ടീക്കുട്ടി ഞങ്ങൾക്ക് ആക്ച്വലി ചെക്കപ്പ് വരുന്നത് ജൂൺ 9-നാണ്. കളർഫുൾ വിചാരിച്ചു, ഞാൻ സ്കൂളിൽ പോണ മുമ്പേ മാറ്റാൻ വിചാരിച്ചു, മാറ്റിയില്ല ഗൈസ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഫുൾ ബ്ലൂ കളർ ഇടാന്നാ വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ ഈ കളർഫുൾ കളർ വെച്ചിട്ടാണ് നമ്മൾ പോവാൻ പോകുന്നത്. എന്താണെന്നൊന്നും അറിയില്ല അല്ലേ ടിയ. നമ്മൾ ക്ലേ അൺബോക്സിംഗ് ആയിരിക്കും ഗൈസ്. എനിക്ക് ഈ ബോക്സ് കിട്ടിയില്ല, കാരണം മിട്ടുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് ഗൈസ്. അതോളം മിട്ടുവിന്റെ കൂടെയാണ് ഗൈസ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. മിട്ടുവിന്റെ കൂടെയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഒരു ക്ലേ വാങ്ങിയതാണ് ഗൈസ്. മിട്ടുവിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചിട്ട് ഈ കുട്ടി കൈവിട്ടേ. മിട്ടുവിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടോ, അതായത് ഹാപ്പി സൗണ്ട് ആണ് കേട്ടോ മിട്ടുവിന്റെ ഇത്. നോക്കി, കാരണം മിട്ടുവിന് ഏറ്റവും ഇഷ്ടം കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് കണ്ടപ്പോഴുള്ള ഒരു ഇതാണ് കേട്ടോ. കാണിച്ചു തരാം, തുടങ്ങാം. യെസ് ഗൈസ്, ഓപ്പൺ ചെയ്യാം. അതെ, നിമിഷാന്റിക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എത്ര പേർക്കാണ് ക്ലേയിൽ കളിക്കാൻ ഇഷ്ടം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ക്ലേ ഇഷ്ടമല്ല, എനിക്ക് സ്ലൈമാണ് ഇഷ്ടം. ഓക്കെ, റെഡില് എടാ ഇതിന് മോൾഡ് ഇല്ലടാ. ഇതൊക്കെ ഇതിന്റെ മേലെ ഓരോന്ന് മോൾഡ് ഉണ്ട് അല്ലേ. ഇത് നമ്മുടെ ഗ്രോസറി നെയിം ചാലഞ്ചിന്റെ ടീക്കുട്ടി മറ്റേ പരിപ്പ് പയർ വർഗ്ഗങ്ങളിലൊക്കെ എന്താണ് കണ്ടുപിടിച്ചത് കൊണ്ട് കിട്ടിയതാണ്. ഓക്കെ, ടീക്കുട്ടിയുടെ കയ്യിൽ മുഴുവൻ പെന്നാട്ടോ. ഇപ്പൊ എന്തോ കാര്യമായിട്ട് പണി ചെയ്തിട്ട് വന്നാണോ തോന്നുന്നു. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ക്ലേയിൽ നമുക്ക് ഇതിലേത് മോൾഡ് യൂസ് ചെയ്ത് നന്നായിട്ടില്ലേ? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ടിയ? എനിക്ക് ക്ലേ അധികം ഒന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടം സ്ലൈമാണ് ഗൈസ്. നല്ല ഇഷ്ടമാണോ? നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്. നിങ്ങളുടെ വീട്ടില് മറ്റേ ആ സൗണ്ട് സൈറൻ വല്ലതും വന്നോ മക്കളെ? എന്തെങ്കിലും കമന്റ് ചെയ്യാ. ഞങ്ങൾക്ക് വന്നില്ല ഗൈസ്. മോക്ക് ഡ്രിൽ അങ്ങനെയല്ലേ പറഞ്ഞേ? ഒരു സൈറനൊക്കെ വരുന്നു പറഞ്ഞായിരുന്നു, യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ. പക്ഷെ നമുക്കൊന്നും വന്നില്ല, നമ്മളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിൽ എന്ത് മോൾഡാണ്? ഇതിൽ നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേടാ. ഓക്കെ, നമ്മുടെ പൂച്ചക്കുട്ടിയാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. പൂച്ചക്കുട്ടി കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതോ ഫ്ലോപ്പായി പോയോ? നന്നായി പ്രസ് ചെയ്യണോ ഗൈസ്? നമ്മുടെ സ്കൂൾ തുറക്കാനായി ഗൈസ്. എനിക്ക് ആലോചിച്ചിട്ട് സങ്കടം വരുന്നു. ടീക്കുട്ടിക്ക് സങ്കടമാണോ സന്തോഷമാണോ? സങ്കടമാണോ? അല്ല ഗൈസ്, അയ്യോ വന്നോ? പെർഫെക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. പൂച്ച എന്താ കുടിക്കുക? പാല്. പാലും വരുമോ? ഇത് വേർത്താട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ബൈ ചെയ്തോളൂ. നിമിഷാന്റെ ആദ്യം ഇത് വാങ്ങിക്കരുത് എന്ന് പറഞ്ഞായിരുന്നു ടീക്കുട്ടിയുടെ അടുത്ത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു വാങ്ങിച്ചോളൂ, ഇറ്റ്സ് വേർത്ത്. അതോ പൂച്ച എന്താ കുടിക്കുക? പാല് കുടിക്കും. ഇത് മാറ്റിക്കേടാ. പൂച്ച എന്താ കുടിക്കുക? പാല്. പൊളി. അടുത്തത് നമുക്ക് എന്താ ചെയ്യാൻ നോക്കാട്ടോ.
ഗൈസ് നല്ലൊരു രസമില്ലേ? കുഞ്ഞു മക്കൾക്കൊക്കെ കുഞ്ഞു ബേബീസിനൊക്കെ പറ്റിയ സംഭവം കേട്ടോ. വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഏതായിരുന്നു ഇത്? 360 റുപ്പീസ് ആട്ടോ. നിയോൺ കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടടാ. ഇതാണല്ലേ? ഓക്കെ ഫൈൻ. അടുത്ത കളേഴ്സ് എന്താ ചെയ്യാൻ പോകുന്നത്? യെല്ലോ ചെയ്യാം. യെല്ലോ ഇതാരാ? ലയൺ പൂച്ചയല്ല, ചിലപ്പോ അത് വേറെ എന്തെങ്കിലും ആയിരിക്കുംടാ. എലിഫന്റ് എന്താ കഴിക്കുക? ഓ വാട്ടർമെലൺ ആണോ കൊടുത്തിരിക്കുന്നത്? ശരി, എന്നാ പിന്നെ എലിഫന്റ് ഉണ്ടാക്കട്ടോ നമുക്ക്. ഇതുണ്ടോ ഈ ഒരു ബോട്ടിലിന്റെ അടിയിലാണ് ഇത്, ഈ വാട്ടർമെലൺ. ശരി, നീ വേഗം ഉണ്ടാക്ക്. നീ ആദ്യം 2 ഉണ്ടാക്ക. ആദ്യം നമുക്ക് എലിഫന്റ് ഉണ്ടാക്കാം. അതിനുശേഷം എത്ര മിനിറ്റായി? എത്ര മിനിറ്റോ? എന്ത് മിനിറ്റ്? പോടാ. എലിഫന്റ് ഉണ്ടാക്ക്. ഉണ്ടാക്കിയോ? ഞാനിതേ ഈ സാധനം നിമിഷാനിക്ക് പ്രസ് ചെയ്യാൻ അറിയില്ല. ഓ ആനക്കുട്ടി ഫ്ലോപ്പായി ഗൈസ്. അത് ടീക്കുട്ടിയുടെ മിസ്റ്റേക്ക് ആണ്. ടീക്കുട്ടി നേരെ മിക്സ് ചെയ്യാത്തത് കൊണ്ടാ. അതെ, നീ നേരെ മിക്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാ. നന്നായി മിക്സ് ചെയ്തേടാ. നന്നായി മിക്സ് ചെയ്യട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൽ വല്ല ബബിൾസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പില്ല ഗൈസ്. അങ്ങനെ നമ്മൾ മങ്കിയാണ് തുറക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ. നോക്കി എന്ത് മനോഹരമായിട്ടാണ് പർപ്പിൾ കളർ. ഓ എടാ എന്തൊരു ഹാർഡാടാ അത്. എന്നാ മിക്സ് ആക്കുക ഗൈസ്. ഇത് ടീക്കുട്ടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ഹാർഡായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹാർഡായിരിക്കണേ? അയ്യോ, അത്രമാത്രം ഹാർഡായിട്ടുണ്ട്. അതുകൊണ്ട് ടീക്കുട്ടി ഇങ്ങനെ മിക്സ് ചെയ്യണേ കേട്ടോ. നല്ല പർപ്പിൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇല്ല വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം ഉണ്ടാവില്ല. ഓക്കെ ഫൈൻ. ആയിട്ടുണ്ടടാ? ഓക്കെ ആയോ? ശരി, ഒന്നിട്ടേ. കുരങ്ങ് കുട്ടീനെ വെച്ചേ. കുരങ്ങൻ കുട്ടി. ഓക്കെ, നമുക്ക് ഷേപ്സ് നോക്കാം കേട്ടോ. എടാ റോളറൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ലേ? നീ നിന്റെ ടേബിളിൽ വെച്ചോ അതോ ഇതിൽ വെച്ചിട്ടില്ല? ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ ടീക്കുട്ടിയുടെ നെയിലെല്ലാം മറ്റേ ഗ്ലിറ്ററിങ് വെച്ച് തേച്ചിട്ടുണ്ടല്ലോ. എന്തിപ്പോ സംഭവം ചെയ്തിട്ട് വന്നേ റൂമിന്ന്? നമ്മളവിടുന്ന് വാങ്ങിയ യെല്ലോ തന്നെയാണോ? കേടിപ്പാറൂട്ടിയ. ഓക്കെ, നമ്മളിതേ റിമൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കുരങ്ങൻകുട്ടി കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മങ്കി എന്താ കഴിക്കുക? ഓഫ് കോഴ്സ് ബനാനയാണ്. ഇപ്പൊ ബനാന നമുക്ക് ഉണ്ടാക്കാം. കുട്ടി കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ബനാനന്റെ മോൾഡിന്റെ മേലെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും അടിപൊളി സംഭവമാണ്. കുഞ്ഞു മക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. മങ്കി എന്താ കഴിക്കാ? ബനാന. മങ്കി എന്താ കഴിക്കാ? അതായത് മിട്ടുന്റെ ടീക്കുട്ടിക്ക് നോക്കിയേ, മിട്ടുന്റെ ഹാപ്പിയസ്റ്റ് സൗണ്ട് ആണ് കേട്ടോ നിങ്ങളിപ്പോ കേൾക്കുന്നത്.